ഒരു സമയത്ത് ബി ജെ പിയിൽ ഗ്രൂപ്പ് പോരായിരുന്നെങ്കിൽ ഇപ്പോൾ അതും കടന്ന് അതിനും അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് കമ്മീഷൻ്റെ കണക്കും തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിയ കാര്യങ്ങളുമൊക്കെയാണ്. ഇനി വരാൻ പോകുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇത് വലിയ വിവാദങ്ങളുടെ കെട്ടഴിച്ചുവിടും എന്നാണ് ചില ബി ജെ പി നേതാക്കൾ പറയുന്നത്. ചില കണക്കുകളും പുറത്തേക്ക് വരുന്നുണ്ട്. 2021-ലും 2026-ലും ഒക്കെ നടന്ന ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചില കണക്കുകളും അവർ ചിലവിട്ട പൈസയും അവർക്ക് കിട്ടിയ പൈസയുടെ കണക്കുമൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഇതൊന്നും ഔദ്യോഗിക കണക്കുകളല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് വെറുതെ പാർട്ടിക്കകത്തുള്ള ചില ആളുകൾ പുറത്തുവിടുന്ന കള്ളക്കണക്കുകളാണെന്ന് ചില നേതാക്കന്മാർ പറയുന്നുണ്ട്. എന്തായാലും ഇതിനിടയിലും ചില കാര്യങ്ങൾ ബി ജെ പിയിൽ സംഭവിച്ചു. വ്യാജ ലെറ്റർ ഹെഡിൽ 3 ബി ജെ പി നേതാക്കന്മാരെ പുറത്താക്കി. ഈ വിവരം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ പലതും സംഭവിക്കുകയാണ്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഇല്ലാത്ത സമയത്ത് 2-3 നാൾ കൂടി കഴിഞ്ഞാലേ അദ്ദേഹം നാട്ടിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് മടങ്ങി വരികയുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലും ഇല്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ബി ജെ പിയുടെ ദേശീയ നേതൃത്വമാകട്ടെ അമ്പലക്കൊള്ളയും നേർച്ച പൈസ മോഷണവും ഒക്കെയായി വലിയ വിവാദങ്ങളെ നേരിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് കേരളത്തിൽ കേരള ബി ജെ പി ഘടകത്തിലെ, അത് മാത്രവുമല്ല ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു വിഭാഗം നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ള, അങ്ങനെ ഈ 2 കൊള്ളകളും ബി ജെ പിയെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുകയാണ്. കണക്കുകൾ നിരത്തിയാണ് ഇപ്പോൾ ഓരോ ദിവസവും വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഹെലികോപ്റ്ററുകൾ ഇടപാട് ചെയ്തിരുന്നു. കേരളത്തിലെത്തുന്ന ബി ജെ പി നേതാക്കന്മാർക്ക് തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടുമൊക്കെ പോകാനായിരുന്നു ഇത്തരത്തിൽ ഹെലികോപ്റ്ററുകൾ തയ്യാറാക്കിയത്. ഇതിൻ്റെ വാടക ഇനത്തിൽ വലിയ തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മണിക്കൂറിന് 3,40,000 രൂപയ്ക്ക് വാടകയ്ക്കെടുത്ത് എന്നാണ് ഒരു കണക്ക്. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊട്ടേഷൻ കൊടുത്തതിന് ശേഷമാണ് ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുത്തത്. ഇപ്പോഴത്തെ വാടകയാകട്ടെ 2,70,000. അങ്ങനെ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ഉൾപ്പെടെ ആണ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ ചില ബി ജെ പി നേതാക്കന്മാർ ചില വാർത്തകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം പുറത്തു വന്നത്, ചില സമൂഹ മാധ്യമങ്ങളുമായുള്ള അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ നടത്തിപ്പുകാരനായിരുന്ന ഒരു യുവ നേതാവ് ഏതോ മുന്തിയ കാർ വാങ്ങിച്ചു എന്നാണ്. അതിൻ്റെ വിലയും പുറത്തു വരുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് അവരും ഇതുവരെയായും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓരോരോ കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ച സമയത്ത് റോഡ് ഷോകൾ സംഘടിപ്പിച്ചിരുന്നു. അലങ്കരിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലായി കട്ടൗട്ടുകൾ സ്ഥാപിച്ചു. ആ കട്ടൗട്ടുകൾ നിർമ്മിച്ചതിലും വലിയ തരത്തിലുള്ള കമ്മീഷൻ കൈപ്പറ്റിയെന്നാണ്. അത് പ്രിൻ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തത് മുതൽ സ്ഥാപിക്കുന്നതിൽ വരെ കമ്മീഷൻ വാങ്ങിച്ചു എന്നാണ് മറ്റൊരു കഥ. അങ്ങനെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കളവുകളുടെ കഥയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിനുമപ്പുറം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റോഡിലും ഒപ്പം തന്നെ ബൂത്തുകൾക്ക് സമീപമൊക്കെ അലങ്കരിക്കുന്നതിനായി കൊടിതോരണങ്ങൾ വേണമായിരുന്നു, പോസ്റ്ററുകൾ വേണമായിരുന്നു. ഇത്തരത്തിൽ കൊടിതോരണങ്ങളും പോസ്റ്ററുകളുമൊക്കെ പ്രിൻ്റ് ചെയ്യാനും തയ്പ്പിച്ചെടുക്കാനുമൊക്കെ ആയിട്ട് ഒരു ദേശീയ നേതാവ് ഇടപെട്ടുവെന്നും അങ്ങനെ 2 കോടി രൂപയുടെ കൊടിതോരണങ്ങൾ കേരളത്തിലെത്തിയെന്നും അത് പിന്നീട് വിൽപ്പന നടത്തിയെന്നുമൊക്കെയാണ് മറ്റൊരു കഥ. അങ്ങനെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വരികയാണ്. ഇതൊന്നും നേതാക്കന്മാർ കേട്ടതായി നടിക്കുന്നതേ ഇല്ല. അവർ മറ്റൊരു ലോകത്താണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 3 സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് MLA-മാരെ കിട്ടി. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകാം എന്നാണ് അവരുടെ തീരുമാനം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇതിനു മുമ്പൊക്കെ പാർട്ടിക്കകത്ത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു.
പക്ഷേ നാളിതുവരെ കേൾക്കാത്ത ഈ കമ്മീഷൻ കഥകളാണ് ഇപ്പോൾ BJPയിൽ നിന്നും പുറത്തു വരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ആരും തന്നെ BJP നേതൃത്വത്തിന് പരാതി നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കണക്കുകൾ പുറം ലോകത്ത് എത്തുന്നത്? ഇതാരാണ് ഈ കണക്കുകൾ പുറത്തേക്ക് ചോർത്തി നൽകുന്നത്? അല്ലെങ്കിൽ ഈ കമ്മീഷൻ്റെ കണക്കുകൾ എങ്ങനെയാണ് പുറം ലോകം അറിയുന്നത്? ഇതൊക്കെ ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ചില പ്രതിസന്ധികളുണ്ട്, എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു പക്ഷേ അടുത്ത വരാൻ പോകുന്ന സംസ്ഥാന നേതൃയോഗം അല്ലെങ്കിൽ കോർ കമ്മിറ്റി യോഗം ഇതൊക്കെ ചർച്ച ചെയ്യുമായിരിക്കും. ഗ്രൂപ്പില്ലാതെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ചുമതല നൽകിയത്. അതിൽ പ്രതീക്ഷയുമുണ്ടായിരുന്നു. പ്രതീക്ഷയ്ക്കൊത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ ഉയരുകയും ചെയ്തു. പാർലമെൻറ്റ് സീറ്റ് കിട്ടി, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു, മാറാത്തതിന് മാറ്റമുണ്ടാക്കി, പിന്നീട് 3 MLA-മാരുമായി. എന്നിട്ടും പ്രശ്നങ്ങൾ അവിടെയല്ല, കമ്മീഷനാണ് പ്രശ്നം. അത് ചർച്ചയാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒരു പക്ഷേ ഇതിന് കള്ളക്കഥയാണോ യഥാർത്ഥ കഥയാണോ, ഇങ്ങനെ കമ്മീഷൻ കഥകളുണ്ടോ എന്നൊക്കെ പിന്നീട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ദേശീയ നേതൃത്വത്തിനെ പോലെ തന്നെ സംസ്ഥാന നേതൃത്വവും വല്ലാതെ വട്ടം കറങ്ങുകയാണ്.